മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക നീതിയില്ല. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയുണ്ട്. മതേതരം പറയുന്ന മുസ്ലിം ലീഗ് ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, മലപ്പുറം പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് ഒരു തരത്തിലും അനുവദിക്കാനാകില്ല. അതിന് കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് അദ്ദേഹം വ്യക്തത വരുത്തിയത്? നീലിമ, മലപ്പുറത്ത് താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് വെള്ളാപ്പള്ളി ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് അദ്ദേഹം അക്കമിട്ട് തന്നെ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. തന്റെ സമുദായം അനുഭവിക്കുന്ന കഷ്ടതകൾ അല്ലെങ്കിൽ സമുദായം അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയിൽ മനം നൊന്ത് തന്നെയാണ് താൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മാത്രമല്ല, ഇത്തരത്തിൽ അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. ലീഗിലെ ചില നേതാക്കൾ തെറ്റായ പ്രചാരണം നടത്തുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് സമുദായത്തിനുണ്ടായത് മോശം അനുഭവമാണ്. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ്. ലീഗിലെ സമ്പന്നരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നയിക്കുന്നത്. മതേതരവാദികൾ എന്ന് പറയുന്ന ലീഗ് സ്വന്തം കാര്യം വരുമ്പോൾ മതത്തിന്റെ പേരിൽ സംഘടിക്കുന്നു. മാത്രമല്ല, മതേതരം പറയുന്ന ലീഗ് ഹിന്ദുവിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കുകയോ എന്തിനേറെ പറയുന്ന ഒരു പഞ്ചായത്തിൽ പോലും ഹിന്ദുവിനെ ലീഗ് മത്സരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലീഗ് മതേതരം പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് ആണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് സാമൂഹിക നീതിയില്ല എന്ന് താൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കുപോലും പിൻവലിക്കില്ല. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല, എല്ലാവരുടെയും നാടാണ് എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. ഈഴവ സമുദായത്തിന് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ മുസ്ലിം സമുദായത്തിന്റെ അധീനതയിലുള്ളതാണ്. സമുദായത്തിന് 11 എയ്ഡഡ് കോളേജുകളുണ്ട്. പക്ഷെ ഒന്ന് പോലും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രമുഖരായ സമ്പന്നർക്കാണ് അവിടെ കോളേജുകൾ കൂടുതലും. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരായ സമ്പന്നർക്കാണ് അവിടെ കോളേജുകൾ കൂടുതലുള്ളത്. ഇതിൽ തന്നെ 6 അറബി കോളേജുകൾ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. കാരണം വ്യക്തമായി അദ്ദേഹം മലപ്പുറത്തെ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. താൻ ഒരിക്കലും ഒരു മുസ്ലിം വിരോധിയല്ല. ആ രീതിയിൽ തന്നെ മുസ്ലിം വിരോധിയായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്, റഹീമിനെ സിൻഡിക്കേറ്റ് അംഗമാക്കിയത് ഈഴവർ വോട്ട് ചെയ്താണ്. മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈഴവനെ നിർത്തി വിജയിപ്പിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് റഹീമിന് വോട്ട് ചെയ്യണം? ആ കാര്യവും അദ്ദേഹം എടുത്ത് കാട്ടി പറയുകയുണ്ടായി. 56% മലപ്പുറത്തെ മുസ്ലിം ജനസംഖ്യ. അതുകൊണ്ടൊന്നും മലപ്പുറം ഒരു മുസ്ലിം രാജ്യമാണ് എന്നൊന്നും പറയാൻ കഴിയുകയില്ല. മലപ്പുറത്തെ മുസ്ലിങ്ങൾ പോലും അങ്ങനെ പറയില്ല. മതേതരവാദികൾ അവരുടെ ആവശ്യം വരുമ്പോൾ മതപരമായി ഒന്നിച്ചു നിൽക്കുന്നു. അതാണ് അവിടെ കാണുന്നത്. ഒരു ഹിന്ദുവിനെങ്കിലും മതേതരം പറയുന്ന ലീഗുകാർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാര്യം പറയാം. പക്ഷെ അങ്ങനെ ഒരു പഞ്ചായത്തിൽ പോലും ഒരു ഹിന്ദുവിനെ മത്സരിപ്പിക്കാതെ ലീഗ് മതേതരം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് സാമൂഹ്യ നീതി ഇല്ല എന്ന് താൻ പറഞ്ഞത് സത്യമാണ്. അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്മാറുന്നില്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. മലപ്പുറത്ത് സമുദായക്കാർ അടിമകളാണ് എന്നാണ് വെള്ളാപ്പള്ളി വളരെ മനോവിഷമത്തോടുകൂടി പറഞ്ഞത്. സമുദായത്തിന്റെ ഒരു അവസ്ഥ, മലപ്പുറത്തെ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ മനസ്സ് നൊന്ത് തന്നെയാണ് താൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വസ്തുതകൾ തുറന്നു പറയുന്നത് തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. 44% ഹിന്ദുക്കളിൽ ഒരാളെ പോലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. നവോത്ഥാന സമിതി ഭാരവാഹിത്വത്തിൽ നിന്നും പിണറായി വിജയൻ പറഞ്ഞാൽ താൻ പിന്മാറാൻ തയ്യാറാണ് എന്നും വെള്ളാപ്പള്ളി വളരെ വികാരാധീനനായി പറയുകയുണ്ടായി. മാത്രമല്ല, താൻ നടത്തിയ പരാമർശങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരല്ല. ചില ചാനലുകൾ തന്നോട് വിദ്വേഷമുള്ള ചില ചാനലുകൾ തന്നെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിരുത്തി ഇത്തരത്തിൽ അഭിപ്രായം തേടുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താൻ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ആണിയടിക്കുന്ന ആളുകളാണ് പലരും ഉള്ളത്. അതായത് അങ്ങനെ തന്നോട് എതിരുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ താൻ പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ തന്റെ കോലം കത്തിച്ചാൽ പോലും തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ മലപ്പുറം എന്ന് പറയുന്നത് 56% മുസ്ലിം സമുദായമുള്ള ജില്ലയാണ്. പക്ഷെ അവർ 44% അടിച്ചമർത്തുന്നത് ഒട്ടും ശരിയല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും
ഹിന്ദുക്കൾക്ക് ഒരു സീറ്റ് നൽകാൻ മലപ്പുറത്ത് ലീഗ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ആ പരാമർശത്തിൽ ഒരു ഇഞ്ച് പോലും, നടത്തിയ പരാമർശത്തിൽ നിന്നും ഒരു വാക്ക് പോലും പിൻവലിക്കില്ല എന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുമാണ് വെള്ളാപ്പള്ളി വ്യക്തമായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നീലിമ, അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്നലെ പറഞ്ഞ കാര്യം അങ്ങേയറ്റം വളരെ കൃത്യമായി അദ്ദേഹം അവിടുത്തെ ഒരു അവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ്. അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു ശുദ്ധവായു ശ്വസിക്കാനോ അതുപോലെ സ്വതന്ത്രമായി ഒരു അഭിപ്രായ പ്രകടനം നടത്താനോ ഉള്ള ശേഷിയില്ല. അവിടെ അടിച്ചമർത്തപ്പെടുകയാണ് പിന്നോക്ക വിഭാഗം എന്ന് പറയുകയാണ്. തൊഴിലുറപ്പ് മാത്രമാണ് അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന പിന്നോക്കക്കാരായ ആളുകളുടെ അവസ്ഥ എന്തെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. വിദ്യാഭ്യാസപരമായി ഒരു മുന്നേറ്റത്തിനും സാധ്യമല്ലാത്ത വിധത്തിൽ ആ സമുദായത്തെ കൃത്യമായി അവഗണിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ലീഗിൽ നിന്നാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ഒരു അവഗണന നേരിട്ടതെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുകയാണ്. അതായത് 10 20 സ്കൂളുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സ്കൂൾ ഞങ്ങൾക്ക് തന്നുകൂടെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് അവിടെ സാമൂഹ്യനീതി ഉണ്ടാകുന്നത് എന്ന വലിയ ചോദ്യം നിൽക്കുകയാണ്. നിഷ, കേൾക്കാമോ? ലീഗിന് വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ മതേതരത്വം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. 56% വരുന്ന മുസ്ലിം സമുദായം, 44% വരുന്ന മറ്റ് വിഭാഗക്കാരെ അവഗണിക്കുമ്പോഴാണ് ജാതി ചിന്ത ഉടലെടുക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഈ വിശദമായ വാർത്തയും വാർത്താ സമ്മേളനവുമാണ് പ്രേക്ഷകർ കണ്ടത്.